ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് അടുക്കളയിലാണ്. ഇവിടെ വാഴയ്ക്കപ്പം ഉണ്ടാക്കുകയാണ്. അമ്മയും സഹോദരിയും കൂടിയാണ് വാഴയ്ക്കപ്പം ഉണ്ടാക്കുന്നത്. ആ കാഴ്ചയിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവർക്കും ഇഷ്ടമുള്ള, എനിക്ക് പ്രത്യേകിച്ച് ഇഷ്ടമുള്ളത് 4 മണി പലഹാരമാണ് വാഴയ്ക്കപ്പം. എളുപ്പമാണ് ഉണ്ടാക്കാൻ. കടലമാവിലാണ് ഏറ്റവും നല്ലത്. പിന്നെ കടലമാവ് ശകലം മധുരം, പഞ്ചസാരയില്ല, ശകലം ഉപ്പ് ഇടാം. പിന്നെ മധുരം നമ്മുടെ പാകത്തിനനുസരിച്ച്. പക്ഷെ ഏതൊക്കെ നല്ല മത്സരമായിരിക്കും. എല്ലാവർക്കും അറിയാവുന്ന തന്നെയാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എന്തോ പഞ്ചസാര എന്നെ കിടന്നങ്ങ് തിളക്കുകയാണ്. വാഴയ്ക്ക് പാകി കഴിഞ്ഞ് ഇനി ഉണ്ടാക്കുന്നുണ്ടോ? ഉണ്ടോ? ഇങ്ങനെ ഉണ്ടാക്കുന്ന ആദ്യ സ്റ്റെപ്പ് വാഴയ്ക്ക് പാകി കഴിഞ്ഞു. ആ പാത്രത്തിലോട്ട് തകർന്ന് വയ്ക്കുകയാണ്. അച്ഛൻ കടയിൽ പോയിട്ട് ഇതാ വന്നു. മയം കിട്ടുന്നതിന് വേണ്ടി മാവിൽ അല്പം പഞ്ചസാരയും കൂടി ചേർക്കുന്നത് നല്ലതായിരിക്കും. അച്ഛൻ ആ കടയിൽ പോയിട്ട് വന്ന് സാധനങ്ങൾ എടുത്ത് വെക്കുകയാണ്. തൊട്ടടുത്ത് തന്നെ കടയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഞങ്ങൾ മുറക്കി ഉണ്ടാക്കും. പിന്നെ ഇപ്പം അമ്പാടി ടി വി പിടിക്കുന്നു പറഞ്ഞു, അങ്ങനെ ടി വി പിടിക്കുന്നതാണ്. വാഴയ്ക്കപ്പവും ചായയും കൂടിയാണ് കഴിക്കാൻ പോകുന്നത്. പല രീതിയിൽ, വലിയ രീതിയിലുണ്ടാക്കാം. കനം കൂട്ടിയും കനം കുറിച്ചും ഒരു ടേസ്റ്റ് അനുസരിച്ചാണ്. അടുത്ത സ്റ്റെപ്പ് വാഴയ്ക്കപ്പം മാവിൽ മുക്കി സഹോദരി എണ്ണയിലിട്ടിരിക്കുകയാണ്. എണ്ണയിൽ തിളപ്പ് കുറവാണ്. ഗ്യാസിലായോണ്ടായിരിക്കും. ദേവൂട്ടൻ കരയുന്നു. ദേവൂട്ടൻ ഉണർന്ന് അവൻ്റെ അടുത്ത് ആരും ഇല്ലാത്തത് കൊണ്ടാണ് ദേവൂട്ടൻ കരയുന്നത്. അങ്ങനെ ചായ റെഡിയായി, വാഴയ്ക്കപ്പം റെഡിയായി. വീണ്ടും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ദേവൂട്ടൻ നന്നായിട്ട് കരയുന്നുണ്ട്. അവൻ്റെ അടുത്ത് ആരുമില്ല. അങ്ങോട്ട് പോയി നോക്കണം. എണ്ണ തിളയ്ക്കുന്നത് കുറവാണ്. ഗ്യാസ് തീരാറായെന്ന് തോന്നുന്നു. തീയും കുറവാണ്. ഫോട്ടോ എടുത്ത് സ്റ്റക്കായി പോയെന്ന് തോന്നുന്നു. അങ്ങനെ തന്നെ എൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇത് അമ്മയെ കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി കഴിക്കാം. മാവിൽ അല്പം അമ്മ വാഴയ്ക്കപ്പം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. നന്നായിട്ട് പഴുത്തിട്ടുള്ള ഏത്തപ്പഴത്തിലാണ് വാഴയ്ക്കപ്പം ഉണ്ടാക്കാൻ നല്ലത്. എങ്കിൽ മാത്രമേ നല്ല സ്വാദ് കിട്ടുകയുള്ളൂ. ദൈവത്തെ നന്നായിട്ട് കരയുന്നുണ്ട്. ഞാനതിനെ പാല് കൊടുത്താൽ മാത്രമേ അവ ഇനി ഉറങ്ങുകയുള്ളൂ. ദൈവത്തിൻ്റെ അടുത്ത് എപ്പോഴും ആളുണ്ടായിരിക്കണം, ഇല്ലെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും. അങ്ങനെ വാഴയ്ക്കപ്പം ആയി. അമ്മ മേശ കൊണ്ട് വയ്ക്കുകയാണ്. ഇനി വാഴയ്ക്കപ്പം കഴിക്കണം. അതിലേക്ക്